ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഇളയച്ചൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇളയച്ചനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ശ്രുതി. അച്ചാമ്മയും രവിയെ ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന ആൾക്കാരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചന്ത ഓൾറെഡി രേവതി എല്ലായിടത്തും ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിരുന്നാലും ഇളയച്ചനിരിക്കുന്ന സ്ഥാനം മാത്രം ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇരിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇളയച്ചൻ അവിടെ വന്നിരുന്നതിന് ശേഷം ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കാണ്. മാത്രമല്ല ഇതിനിടയിൽ ഓരോ പൊങ്ങച്ച വർത്തമാനങ്ങളുണ്ട്. അതുമാത്രമല്ല രോഷി സാറിൻ്റെ സിനിമയിൽ താൻ അഭിനയിക്കുന്നതുമായിട്ട് ഇളയച്ചനൊരു സ്വപ്നവും കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണ് ഇളയച്ചനെ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് തട്ടി ഉണർത്തുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങൾക്കിടയിൽ തന്നെ രവി അച്ഛനെയും കൂടെ കൊണ്ടുവരാമായിരുന്നു എന്ന് പറയുകയാണ്. വേഗം തന്നെ ബീരാനിക്ക പറയുന്നുണ്ട്, അച്ഛനെ എങ്ങനെ ഞാൻ കൊണ്ടുവരും, അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായില്ലേ, പുള്ളി ഭയങ്കര കാജാബേടി വലിയായിരുന്നു, അങ്ങനെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്കയുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇളയച്ചൻ്റെ അച്ഛനെക്കുറിച്ചല്ല എൻ്റെ അച്ഛനെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും, ഓ ശ്രുതിമോളുടെ അച്ഛൻ ഒരു ബിസിനസ്സുകാരനല്ലേ, അദ്ദേഹം മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകും, സിംഗപ്പൂരിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകും, അങ്ങനെ ഫുൾ ടൈം ബിസിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, എന്തൊക്കെ ബിസിനസ് ആണെങ്കിലും സ്വന്തം മോളല്ലേ, കാണാനൊന്ന് വരാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ സച്ചിയും മഹേഷും കൂടെ കൂടിയിട്ട് കരിക്കൊക്കെ വെട്ടിക്കൊണ്ട് വരികയാണ്. പുറത്ത് ഇളയച്ചൻ്റെ ചെരുപ്പ് കാണുമ്പോൾ തന്നെ മഹേഷ് പറയുന്നുണ്ട്, ഇളയച്ചൻ വന്നു എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, അയാൾ വരട്ടെ, അയാളിൽ നിന്ന് വേണം ചില സത്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും മഹേഷ് വീണ്ടും പറയും, എടാ നാട്ടിലെ സാധനം കഴിച്ച് മടുത്തു, അദ്ദേഹം മലേഷ്യയിൽ നിന്ന് സ്കോച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും, നീ അതാണ് ആദ്യം മേടിക്കേണ്ടത് എന്നൊക്കെ മഹേഷ് പറയുകയാണ്. പിന്നീട് സച്ചിയും മഹേഷും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സച്ചിനെ ഇളനീർ വെട്ടുകാരായെന്ന് നമ്മുടെ ഇളയച്ചൻ വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നാലും രവി പറയാണ്, ശ്രുതി കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ മകൻ എൻ്റെ മകൻ സച്ചിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും, ശ്രുതിമോളെ ഇതായിരിക്കുമല്ലേ നീ പറഞ്ഞ ആ വെള്ളടിക്കാരെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും അച്ചാമ്മയ്ക്കും രവിക്കും സച്ചിക്കും രേവതിക്കും എല്ലാവർക്കും തന്നെ ദേഷ്യം വരികയാണ്. സച്ചി വേഗം തന്നെ, വെള്ളടിക്കാരനോ ഞാനോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, മോളെ ശ്രുതി എന്താ ഇങ്ങനെ ഇളയച്ചൻ സംസാരിക്കുന്നു പറയുമ്പോഴത്തേക്കും, അങ്കിൾ ഞാൻ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ സച്ചി വെള്ളടിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഇവിടെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് മാത്രം ഇദ്ദേഹം ഓർത്തിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നത്, അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ ഇളയച്ചൻ പറയുകയാണ്, ശരിയാണ്, നമുക്ക് അടുത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഇടയ്ക്ക് വെച്ച് വർഷ അങ്കിൾ മലേഷ്യയിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ബീരാൻ കടന്ന് തടി തെപ്പുകയാണെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കും അങ്കിളിന് താമസിക്കുന്ന സ്ഥലം അറിയില്ലേ എന്ന് വർഷ വീണ്ടും ചോദിക്കുന്നുണ്ട്. പിന്നീട് ഓരോ സ്ഥലങ്ങളുടെ പേരിങ്ങനെ വർഷ പറയുന്ന സമയത്ത്, ഇതെന്താ തിന്നുന്ന പലഹാരത്തിൻ്റെ കാര്യമാണ് ഇവൾ പറയുന്നതെന്ന് നമ്മുടെ ബീരാനൊക്കെ മറുപടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഈ അങ്കിളിൻ്റെ ഒരു തമാശ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തമാശ പറഞ്ഞില്ലെങ്കിൽ അങ്കിളിന് ഒരു സമാധാനമില്ല, അങ്കിൾ താമസിക്കുന്ന ഇന്ന സ്ഥലത്തല്ലേ എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ ബീരാൻ ഇത് സമ്മതിക്കുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം ബീരാൻ തട്ടെടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. തട്ടിൽ സാധനങ്ങൾ വെച്ച് തരണമല്ലോ. അത് പറയുന്ന സമയത്ത് രേവതിയോടായിട്ട് ചന്ദ്ര പറയുമ്പോഴത്തേക്കും വേഗം തന്നെ അച്ചാമ്മ രേവതി തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ചന്ദ്രയെ തട്ടെടുക്കണം, നീ തന്നെ അടുക്കളയിൽ പോയി എടുത്തുകൊണ്ട് വായ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടുത്തെ പറഞ്ഞു വിടുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ സങ്കടത്തിലും ദേഷ്യത്തിലുമാണ്. കാരണം ബീരാനിക്കയുടെ മുന്നിൽ വെച്ച് തന്നെ കൊച്ചാക്കിയല്ല, ആ ഒരു സങ്കടത്തിൽ അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം ഒരു പാത്രം എടുത്ത് താഴത്തേക്ക് ഇടുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ചമ്മ എന്താ അവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല അമ്മേ ഞാനിവിടെ തട്ട് തിരയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു തട്ടും എടുത്തുകൊണ്ട് തിരിച്ചു വരും കേട്ടോ. എന്നിട്ട് ബീരാനക്കയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ബീരാൻ പറയുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് 100 തട്ട് കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ അവിടെ 100 പേരെ കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയം തന്നെ ചന്ദ്ര സച്ചിയോടായിട്ട് ശ്രുതിയുടെ അച്ഛനെ കുടിക്കാനുള്ള ഇളനീര് ചെത്തിക്കൊണ്ടുപോയി എന്ന് പറയുകയായിട്ട് വേഗം തന്നെ രേവതി വെട്ടുകത്തിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, ഈ വെട്ടുകത്തി കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്നറിയാമോ, കരിക്ക് മാത്രമല്ല ആളുടെ തലയും വെട്ടാമെന്ന് പറയുമ്പോഴത്തേക്കും ബീരാനൊന്ന് പതുങ്ങാണ് കേട്ടോ. അതിനുശേഷം ഇതിന് വലിയ മൂർച്ചയൊന്നുമില്ല, ഇതൊന്ന് മൂർച്ച കൂട്ടണമെന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും വേഗം തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ബീരാനിക്ക പറയുന്നുണ്ട്, മൂർച്ച കൂട്ടണമെങ്കിൽ പല രീതിക്ക് മൂർച്ച കിട്ടാം, ഒരു കല്ലിൽ താഴ്ത്ത് വെച്ചിട്ട് ഇങ്ങനെ മൂർച്ച കൂട്ടാം, അതല്ലാന്നാണെങ്കിൽ ഇരുമ്പ് കഷ്ണം അങ്ങനെ തൂക്കിയിട്ടിട്ട് അതിനകത്ത് മൂർച്ച കൂട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂർച്ച കൂട്ടുന്ന രീതിക്ക് ആക്ഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവരും അതിശയത്തോടുകൂടി തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ. വേഗം തന്നെ ശ്രുതി, ഈ ഇളയച്ചൻ എപ്പോഴും ഇങ്ങനെ തന്നെ തമാശ കൊണ്ട് തമാശ തന്നെയാണ്, ഇളയച്ച ആ ഒരു കാര്യം വിട്, നമ്മൾ വന്ന കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് പറയുകയാണ്. അതിനുശേഷം സച്ചിയും മഹേഷും കൂടി ആകെ സംശയത്തിൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഈ ഒരു സമയം തന്നെ ബീരാനൊക്കെ എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, മോനെ ശ്രുതി നിന്നെ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ ഭയങ്കര സുന്ദരനാണ് കേട്ടോ, പിന്നെ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ ഓംലേറ്റ് തന്നു വിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടി അതിശയത്തിലൂടെ വായും പിളർന്ന് പിന്നെയും നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ ഓംലേറ്റ് ആണ് തന്നു വിട്ടതെന്ന് ഒരു കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും, ഇളയച്ചൻ ബ്രേസ്ലൈറ്റ് ആണ് ഓംലേറ്റ് എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് ഇളയച്ചൻ ഇതുപോലെ തമാശകൾ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ ശ്രുതി പറയുകയാണ്.
അതിനുശേഷം വീരനിക്ക് അയ്യ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഓംലേറ്റ് അല്ല ബ്രേസ്ലെറ്റ്, മോൻ വാ മോൻ്റെ കയ്യിൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെയിന് കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പുറത്തേക്ക് ചെന്നിരിക്കുന്ന സച്ച് മഹേഷിനോടായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറക്കുന്നുണ്ട്. എന്തായാലും ഇത് സിംഗപ്പൂരിൽ നിന്ന് വന്ന ആളല്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും ഞാൻ കണ്ടുപിടിക്കുമെന്നൊക്കെ മഹേഷിനോടായിട്ട് പറയുകയാണ്. ഈ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് നീ അത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതല്ല, സ്കോച്ചാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ നീ ഒന്ന് നിർത്തുന്നുണ്ടാണ് മഹേഷ് എന്ന് സച്ച് മറുപടി പറയട്ടെ. ഈ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് അതല്ലടാ, സ്കോച്ച് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഗുണം, നമുക്ക് കഴിക്കുകയും ചെയ്യാൻ മാത്രമല്ല അത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സത്യാവസ്ഥകളെല്ലാം തന്നെ അറിയാനും സാധിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നത് സത്യമാണ് സച്ചിക്ക് തോന്നുവാണ്. പേടി വിജയനെ ഇളയച്ചൻ്റെ കള്ളത്തരങ്ങൾ പൊളിക്കുമെന്ന് നമ്മുടെ സച്ചി തീരുമാനമെടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.